ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ഡാലിയ പ്ലാന്റിൻ്റെ അത് തറയിൽ നടണ രീതിയൊക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്ന രീതിയായിട്ടൊക്കെ ഒരു വീഡിയോ ആണ്. നല്ല ഭംഗിയുള്ള നല്ല വലിയ ഫ്ലവറാണ് ഇത്. ചെറിയൊരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല ഹൈറ്റിൽ പൊക്കത്തിലാണ് ഈ പ്ലാന്റ് പോയിട്ടുള്ളത്. അതിന് കാരണം വെയിലില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി അത് പോയത്. എന്തോ ഞാൻ വീഡിയോ എടുക്കുന്നതിന് കഷ്ടപ്പാടൊക്കെ കണ്ടിട്ടാണെന്തോ ഈ പ്ലാന്റ് ഇതാ ചാഞ്ഞ് ഇങ്ങനെ ഒന്ന് കിടപ്പുണ്ട്. എന്താണെന്നറിയാൻ മൊട്ടുകൊണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അടുത്ത ഫ്ലവർ ഇതാ വിരിയാറായി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തറയിൽ തന്നെ വെച്ച് കൊടുക്കണം. നല്ല സൂര്യപ്രകാശം, നല്ല വെയിലുള്ളിടത്ത് തന്നെ ഇത് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് വയ്ക്കണം. ഞാൻ തറയിൽ നടുന്ന രീതിയൊക്കെ ആയിട്ടാണ് വീഡിയോ. എല്ലാവരും കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതും റെഡ് തന്നെയാണ്. ഇത് നമ്മളെ ചെറിയ ഡാലിയ. ഇതിൽ അവിടെ നിറയെ അവിടെയായിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ നിൽപ്പുണ്ട്. ഉണ്ട് ഇതെല്ലാം തറയിലാണ് നിൽപ്പുള്ളത്. പക്ഷേ വെയിൽ അധികമായിട്ടില്ല, ഇതിന് വെയിൽ വേണം. ഇത് ഇതും വലിയ ഫ്ലവറുള്ളതാണ്. മുമ്പ് ആദ്യമൊക്കെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വലിയ ഫ്ലവർ നിറയെ ഫ്ലവർ ആവണതിൻ്റെതുമാണ്. നമുക്ക് ഈ തറയിൽ ഇവിടെ കുഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുഴിയിലോട്ട് നടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള പ്ലാന്റ് ഇതാണ്. നമ്മൾ കുറേ സെയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തുള്ള പ്ലാന്റാണ്. സമയത്തിന് നടാത്തതുകൊണ്ട് വലുതായിപ്പോയി. ഇതിനെ നട്ട് നമുക്കൊരു താങ്ങൊക്കെ കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് വളം എടുത്തിട്ടുള്ള ചാണകപ്പൊടിയാണ്. നല്ല ഉണക്കയല്ല, നല്ല ചാണകപ്പൊടിയും നമ്മളെ വേപ്പും പിണ്ണാക്ക് അല്പം അത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ എല്ലുപൊടി നിർബന്ധമാണ്. ഫ്ലവറിന് ചെടി നല്ല ഹെൽത്തി ആവാനും നമുക്ക് എല്ലുപൊടി കൊടുക്കണം. അപ്പോഴേ നല്ലതായിട്ട് ഫ്ലവറും വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് പോട്ട് ചെയ്യാം. നമ്മൾ പ്ലാന്റ്സിനെ കുഴിയിലിറക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കമ്പും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ആ കുഴിയിൽ നമുക്ക് ഇത് സപ്പോർട്ടായിട്ട് ഇത് പിടിച്ച് കെട്ടി കൊടുക്കാൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പ് വേണം. അല്ലെങ്കിൽ കാറ്റത്ത് ഇത് ഒലിഞ്ഞ് താഴെ വീഴും. അതുകൊണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല പൊങ്ങി നല്ല ഇട്ട് പോയാലേ ഇത് നല്ല ഫ്ലവർ വരുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മണ്ണ് കൂട്ടി കൊടുക്കാം. നമ്മൾ അപ്പോൾ നട്ട് ഒരു കമ്പിലിങ്ങനെ പിടിച്ച് കെട്ടിയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് പൊങ്ങി നല്ല ഇട്ട് വരും. അപ്പോൾ പ്ലാന്റ്സ് ആയി കിട്ടുമ്പോൾ തന്നെ ഇതുപോലത്തെ ബ്രാഞ്ചസ് ഇങ്ങനെ വരണേനെ നമ്മൾ സൈഡ് ഇങ്ങനെ ഇറുത്തെടുത്തിട്ട് നമ്മൾ മാറ്റി പിടിപ്പിക്കണം. ഇത് ചെറിയൊരു പ്ലാന്റ് ആണെങ്കിൽ കുഴപ്പമില്ല, നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇതിനൊന്നും ചെയ്യേണ്ട, കുറച്ച് മണ്ണ് അല്പം ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ട്, അല്ലെങ്കിൽ വെറും മണ്ണിലോ അല്ലെങ്കിൽ ഇത്തിരി മണലിലോ അതിലായാലും നമുക്ക് പിടിച്ച് കിട്ടും. നാടനായതുകൊണ്ട് നമ്മളെ നശിച്ചു പോകില്ല പെട്ടെന്നൊന്നും. അപ്പോൾ ഇതുപോലെ തറയിൽ വയ്ക്കാൻ എല്ലാവർക്കും സ്ഥലമുള്ളവർക്ക് വെയിൽ കിട്ടുന്നിടത്ത് ഇതുപോലെ തറയിൽ വെച്ചാൽ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് നിറയെ കിഴങ്ങും വരും. നമ്മളെ നാടനായിട്ട് നശിച്ചു പോകില്ല. കാലാകാലം നിൽക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് ഇതുപോലെ നല്ല ഒരു വലിയ കുഴിയൊക്കെ എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് നട്ടു കൊടുക്കണം. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കേ.